നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സർവകലാശാലകളിൽ എങ്ങനെ സംഘപരിവാറിന് ഇടപെടൽ നടത്താമെന്ന വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത്. സംസ്ഥാന സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഇതിനു പിന്നാലെ എത്തിയ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തുടക്കത്തിൽ സംസ്ഥാന സർക്കാരുമായി ഒത്തുപോകുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും പിന്നീട് ആ നയം മാറ്റി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം എല്ലാവരും പറഞ്ഞത് മുൻ ഗവർണറെ പോലെയല്ല അദ്ദേഹം. സർക്കാരുമായി വളരെ സൗഹൃദത്തിൽ തന്നെ മുൻപോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം രാജ്ഭവനിൽ എത്തിയതും ഗവർണറോട് ഇവിടെ പ്രഭാത സവാരിക്ക് താൻ വരാം എന്നുള്ള വാക്കൊക്കെ പറഞ്ഞ് തിരിച്ചു പോയതും. ഏതായാലും അവിടെ നിന്ന് കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഗവർണറും തന്റെ നിലപാട് മാറ്റി തുടങ്ങി. ഏതായാലും ഇത് സർക്കാരിന്റെ വീണ്ടും ഒരു തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. വീണ്ടും മുൻ ഗവർണർ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വരുമ്പോൾ സർക്കാരും രാജ്ഭവനും തമ്മിൽ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന നിലപാടാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്ന സമീപനമാണ് സമീപകാലത്ത് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. ഇതിനിടെ ഭാരതാംബ വിവാദത്തിൽ കടുത്ത അതൃപ്തിയിലുള്ള ആർലേക്കർ സംഘപരിവാറിനും സജീവമായി ഇടപെടൽ നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാൻ മടികാട്ടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇടപെടലിന് സംഘപരിവാർ ഒരുങ്ങിയിറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സർവകലാശാലകളെ ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംഘപരിവാർ സംഘടന വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കൊച്ചിയിൽ 27 മുതൽ ത്രിദിന ശില്പശാല സംഘടിപ്പിക്കും. RSS സർസംഘ് ചാലക് മോഹൻ ഭാഗവത് എത്തുന്ന പരിപാടിയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സർവകലാശാലകളിൽ നിന്നും വിസിമാരടക്കമുള്ളവർ പങ്കെടുക്കും. കേരളത്തിലെ ചില വിസിമാരെ പങ്കെടുപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട്. ഇതോടെ ആർലേക്കർ അടുത്തിടെ നടത്തിയ ഇടപെടലിന് പിന്നിൽ RSSന് കൃത്യമായ പങ്കുണ്ടെന്ന് വ്യക്തമാകുകയാണ്. ഒക്ടോബറിൽ തുടങ്ങുന്ന RSS ശതാബ്ദി വാർഷിക ആചരണത്തിലെ പ്രധാന അജണ്ടകളിൽ ഒന്ന് വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ്. ദേശീയ വിദ്യാഭ്യാസ നയം സമ്പൂർണ്ണ തലത്തിൽ നടപ്പാക്കുന്നതിനുള്ള പ്രധാന പ്രായോഗിക നടപടികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിക്കും. കേന്ദ്ര സർക്കാരിന്റെ സഹായ പദ്ധതികൾ അടക്കം അനുവദിക്കുന്നതിൽ ഇവ എത്രമാത്രം സമ്മർദ്ദ ഘടകമാക്കാനാകുമെന്ന കാര്യം കൊച്ചിയിൽ ചർച്ച ചെയ്യും. സമാനമായ പരിപാടി തമിഴ്നാട്ടിലും സംഘടിപ്പിക്കുന്നുണ്ട്. മാറ്റങ്ങളെ കാവ്യവൽക്കരണമായും വേദകാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായും വ്യാഖ്യാനിച്ചെതിർക്കുന്ന രീതികൾക്ക് ഫലപ്രദമായ പ്രതിരോധവും ആവിഷ്കരിക്കും. ഭാരതത്തിന്റെ തനതായ വൈജ്ഞാനിക മേഖലയെ അടുത്തറിയുന്നതിനെ പുരാണങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായി ചിത്രീകരിക്കുന്നതിനെ ആശയപരമായി നേരിടും. അതേസമയം RSS സജീവമായി രംഗത്തിറങ്ങുന്നതിനെ ചെറുക്കാൻ CPM-ഉം രംഗത്തെത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇതോടെ സർവകലാശാലകൾ സംഘർഷവേദികളായി മാറിയേക്കാം. ഇതിനിടെ ഗവർണറായാലും ഉദ്യോഗസ്ഥരായാലും നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. രാജ്ഭവന്റെ സുരക്ഷയ്ക്ക് പോലീസിനെ അനുവദിക്കാത്തതിലുള്ള നീരസം ഗവർണർ DGP അറിയിച്ചെന്ന മാധ്യമ വാർത്ത പരാമർശിച്ചാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം. കൂടുതൽ പോലീസിനെ അനുവദിക്കുന്നതിൽ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആവശ്യപ്പെടുന്നതിൽ ഗവർണറുടെ ഓഫീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അത് പാലിക്കേണ്ടേ? ആരാവശ്യപ്പെട്ടാലും സർക്കാർ ചട്ടങ്ങൾ പാലിച്ച് ഉദ്യോഗസ്ഥർ നടപടി എടുക്കാവൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനിടെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലെ വിവാദം കത്തിപ്പടരുന്നതിനിടെ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സിസ തോമസ് ഏറ്റെടുത്തു. ഇന്നലെ അവർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ റഷ്യൻ സന്ദർശനത്തിന് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെ അധിക ചുമതല നൽകിയത്. ജൂലൈ 8-ാം തീയതി വരെയാണ് സിസ തോമസിന് ചുമതല നൽകിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കെ സിസ തോമസ് സാങ്കേതിക സർവകലാശാല VC സ്ഥാനം ഏറ്റെടുത്തത് സർക്കാരുമായുള്ള ബന്ധം വഷളാക്കിയിരുന്നു. ഇത് കാരണം സിസയുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു. നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അടുത്തിടെയാണ് സിസയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയത്. ഇതിന് പിന്നാലെയാണ് കേരള സർവകലാശാല VCയുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ ഒരു മധുരമായ പകരം വീട്ടിലാണ്. പിണറായിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം പിണറായി കൊണ്ട് ചെയ്യിക്കും. ശരിക്കും RSS അടിത്തറയുള്ള ഒരു നേതാവാണ് ഗവർണർ. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നതാണ് രീതി. ഇത് RSS അദ്ദേഹത്തെ പഠിപ്പിച്ചതാണ്. ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ ഇടതു സർക്കാരിന്റെ ചിലവിൽ തന്നെ സംഘടിപ്പിക്കും. അത് തന്നെയായിരിക്കും ഇനി വരും കാലങ്ങളിൽ കാണാനായിട്ട് പോകുന്നതും. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികൾക്കും സർക്കാർ തന്നെയായിരിക്കും ചിലവ് വഹിക്കേണ്ടി വരിക. വർത്തമാനം കുറയ്ക്കുകയും പ്രവൃത്തി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്നത്. ആർലേക്കർ കേരള ഗവർണർ ആയപ്പോൾ തന്നെ ഇക്കാര്യം പലരും പറഞ്ഞതാണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്.
ദീർഘകാലം RSS പ്രചാരകരായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ 1989-ലാണ് BJP അംഗത്വം എടുക്കുന്നത്. ഗോവ BJP ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല BJP നേതാക്കളുമായി പുതിയ ഗവർണർക്കും അടുത്ത ബന്ധമുണ്ട്. 2002-ൽ ഗോവ നിയമസഭ അംഗമായി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയായി. ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത്. 2015-ൽ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ്. എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. ഡിസംബർ 22-ന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശ ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആർലേക്കർ പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യ കുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണറായിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ടു നിതീഷ് കുമാർ സർക്കാരുമായും ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. ഒരു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് K. സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതല്ല, ആർലേക്കർ നികത്തും. ഇത്തരം ഒരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റത്. പക്ഷേ വ്യത്യസ്തമായ രീതിയിലായിരിക്കുമെന്ന് മാത്രം. RSS നേതാവ് ഗുരുമൂർത്തിയെ രാജ്ഭവനിൽ കൊണ്ടുവന്നതും കേരള സർക്കാരിന്റെ ചിലവിലാണ്. ഇതേ കേരള സർക്കാരിനെ കൊണ്ടാണ് കേരള രജിസ്ട്രാർക്ക് പണി കൊടുക്കാൻ പോകുന്നത്. കാരണം ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല, അത് പിണറായി മനസ്സിലാക്കിയാൽ നല്ലത് എന്നുള്ള സൂചന തന്നെയാണ് BJP നേതൃത്വവും ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്.